അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ കേട്ടോ. എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ ചുമ്മാ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ ഇതുവരെ വീഡിയോ ഇങ്ങനെ ഷോർട്സൊക്കെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്, അല്ലാതെ വേറെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇടാം, ചുമ്മാ ഇരിക്കില്ലേ ഇപ്പം. പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയി, അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ചുമ്മാതെ ഇവിടെ ഇരിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാം എന്നൊക്കെ വിചാരിച്ച് ഇന്നിപ്പം ഇങ്ങനെ അപ്പം എന്ത് വീഡിയോ ഇടുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ലാസ്റ്റ് ഒരു ഇത് കിട്ടി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും ഉണ്ടാകത്തില്ല, എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. അപ്പം ഞാൻ പറയാൻ പോകുന്നൊരു സബ്ജക്റ്റ് ഗോസ്റ്റ്. എനിക്ക് ഗോസ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് അതുപോലത്തെ വെബ് സീരീസൊക്കെ ഞാൻ കാണാറുണ്ട്, സിനിമ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനതൊക്കെ കാണാറുണ്ട്. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് കുറേ ഇങ്ങനെ എന്തൊക്കെയോ ശബ്ദങ്ങളും അങ്ങനെയൊക്കെ കേട്ട് കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ എൻ്റെ ഫാദർ അസുഖമായിരുന്നു, ക്യാൻസറായിരുന്നു. അപ്പം ഫാദർ മരിച്ചു കഴിഞ്ഞ് ആ ഒരു വീക്കായപ്പോഴത്തേക്കിന് എൻ്റെ ഇങ്ങനെ സ്വിച്ച് ഓണാകും. അപ്പം ചിലപ്പം ബാത്റൂമിലായിരിക്കും, ചിലപ്പം അടുക്കളയിൽ അല്ലെങ്കിൽ ഹാളിൽ ഒക്കെ ഇങ്ങനെ ഓഫാക്കിയിട്ട് ഇങ്ങനെ സ്വിച്ച് പെട്ടെന്ന് ഓണാകും. അപ്പം അങ്ങനെ പല തവണ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പോൾ പേടി വരില്ല. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ചേച്ചി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പിന്നെ വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഫാദറിനെ അടക്കിയ ശവടക്കൊക്കെ നടത്തിയ അച്ഛനെ ചെന്ന് കണ്ട് അച്ഛൻ പിന്നെ പ്രാർത്ഥിച്ച് അങ്ങനെ കുറച്ച് നാൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ സംഭവമൊന്നും ഉണ്ടായില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മൂത്ത മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഡെലിവറിയുടെ തലേദിവസം അപ്പം ഞാൻ അടുത്ത ദിവസം അഡ്മിറ്റ് ആവണമെന്ന് ഡോക്ടർ പറഞ്ഞ്. അപ്പം അഡ്മിറ്റ് ആവാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ തലേദിവസം ഇതുപോലെ ഞാനിങ്ങനെ റൂമിൽ കിടക്കുക. അപ്പോൾ റൂമിൽ കിടന്ന സമയത്ത് പെട്ടെന്ന് അപ്പം ഞാൻ ലൈറ്റ് ഓഫാക്കിയിട്ടേക്കും, ഒരു ഈവനിങ് ഒക്കെ ആയേ. ഇങ്ങനെ ലൈറ്റ് ഓഫാക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക കട്ടിലേൽ. പെട്ടെന്ന് ലൈറ്റ് ഓണായി. അപ്പോൾ ഞാൻ അപ്പോൾ മുറിയിൽ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ലൈറ്റ് ഓണായി. അപ്പോൾ എൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പം ഞങ്ങളോട് ഭയങ്കര സ്നേഹവും കാര്യമായിരുന്നു. ലാസ്റ്റ് ഞാൻ മരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെപ്പറ്റി ഓർത്തിട്ടുള്ള വിഷമമായിരുന്നു. അപ്പം ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഫാദർ മരിക്കുന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പം ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊക്കെ അന്നേരം വാങ്ങിച്ചു തരുകയും കാര്യം, അതുപോലെ ഞങ്ങളോട് ഭയങ്കര കാര്യമായിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ വയ്യാഴികയൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛനാ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതുപോലെ ഞാൻ അഡ്മിറ്റ് ആകാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ ലൈറ്റ് ഓണായപ്പോൾ ഞാൻ പെട്ടെന്ന് റൂമിലൊക്കെ നോക്കിയപ്പോൾ ആരുമില്ല. ഞാൻ പിന്നെ പേടിച്ചൊന്നുമില്ല, ഞാൻ ലൈറ്റ് ഓഫാക്കിയിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ കിടന്നു. ഇനി ലൈറ്റ് ഓണാകുമെന്ന് നോക്കട്ടെ നിങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ ലൈറ്റ് ഓണായൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് രാത്രിയായി കിടന്നു. ഞാനും ഹസ്ബൻഡ് മാത്രമേ അന്നേരം വീട്ടിലുള്ളേ. ഞങ്ങൾ കിടന്ന് ഉറങ്ങി. രാത്രിയായപ്പോഴത്തേക്കിന് എന്തോ സ്വപ്നം കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ട് കാറി. കാരണം എനിക്ക് കാറുന്നതിന് മുന്നേ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു എന്തോ ഒരു സിറ്റുവേഷൻ വന്നേ. അപ്പം എനിക്ക് അനങ്ങാനും വയ്യ, എനിക്ക് വർത്താനം പറയാനും വയ്യ, ഒന്നും പറ്റുകയില്ലാത്ത എന്തോ എന്നെ ആരോ പിടിച്ചിങ്ങനെ അമുക്കി വെച്ചേക്കുന്ന പോലത്തെ ഒരു ഫീല് അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് മിനിറ്റ് നേരത്തേക്കിന് അത് കഴിഞ്ഞ് അത് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഒറ്റ കാർച്ച മതി. അപ്പോൾ ഹസ്ബൻഡ് ഓർത്ത് എനിക്ക് പെയിൻ ആയിരിക്കണം, അടുത്ത ദിവസം അഡ്മിറ്റ് ആണല്ലോ, അപ്പോൾ എനിക്ക് പെയിൻ വന്നിട്ടായിരിക്കും എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ചാടി ഇരുന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്വപ്നം കണ്ടതാണ്. പേടിച്ച് ഞാൻ നല്ലപോലെ പേടിച്ചു കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കിന്
കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ പട്ടി പെട്ടെന്ന് ഓലിയിട്ട് സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് പെട്ടെന്ന് ഓലിയിട്ട്. അപ്പോൾ എനിക്ക് പിന്നെ പേടിയായി. അങ്ങനെ പക്ഷേ ഞാൻ പറയുന്നു ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നതായിരിക്കും, അല്ലാതെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എന്നെ എന്തെങ്കിലും കാണിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞങ്ങളോട് അത്ര കാര്യമായതുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വീട്ടിൽ ഇപ്പോഴും ഇതുപോലെ ലൈറ്റ് ഓൺ ആവാറുണ്ട്. അപ്പം അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ ഞാൻ പേടിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പം അതെൻ്റെ ഒരു അനുഭവമാണ്. ഇത് എൻ്റെ ഒരു അനുഭവങ്ങളിലൊന്നാണ്. വേറെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെ വേറെ കുറേ സ്റ്റോറിയൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.